നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാർസലോണനെ ഇന്നലെ ഹോമിൽ വന്നിട്ട് PSG 1-2 തോൽപ്പിച്ചിട്ടുണ്ട്. സോ ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇപ്പം മാച്ചിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇപ്പം വൺ ഓഫ് ദ ബിഗസ്റ്റ് കോൺട്രവേഴ്സി ഗോൺസാലോ റാമോസിന്റെ ഗോളിലാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നമ്മുടെ ഒപ്പോണന്റ് ഹൈലി എന്താ പറയുക ഡോമിനേറ്റീവ് ആണ്. സെക്കൻഡ് ഹാഫിൽ PSG ഡോമിനേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ ഇത്ര എക്സ്ട്രാ അഗ്രസീവ് ഹൈലൈൻ കളിക്കണം. നമുക്കൊരു കൺട്രോളും ഇല്ല ഗെയിമിൽ. നമുക്കൊരു കൺട്രോളും ഇല്ലാത്ത ആ ഒരു ഗെയിമിൽ ഫറ്റീഗ്നെസ് ക്യാച്ചപ്പ് ചെയ്യുന്നു. കംപ്ലീറ്റ്ലി നമ്മുടെ പ്ലേയേഴ്സിനെ അവർ എന്താ പറയുക ഡോമിനേറ്റ് ചെയ്യുകയാണ്. നമുക്കൊരു ക്ലൂ ഇല്ല. അതൊരു ഹെഡ്ലെസ് ചിക്കൻ പോലെ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാച്ചിൽ ഷുഡ് വി പ്ലേ ദാറ്റ് എക്സ്ട്രാ അഗ്രസീവ് ഹൈലൈൻ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ലാസ്റ്റ് സീസൺ ഇന്റർ മിലാൻ മാച്ച് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അല്ലേ, നമ്മൾ ആ ലീഡ് എടുത്തതിന് ശേഷം കൊണ്ടേ കളഞ്ഞ ലാസ്റ്റ് മൂമെന്റ്സ്. പക്ഷെ അതുപോട്ടെ, ഇത് ഈ ഒരു മാച്ചിൽ നമുക്ക് ഒരു കൺട്രോളും ഇല്ലാതിരിക്കുന്ന മാച്ചിൽ ഷുഡ് ബി ഡു ദാറ്റ്. ആൻഡ് സെക്കൻഡ് തിങ് എനിക്ക് പറയാനായിട്ടുള്ള, യെസ്, അവിടെ ആ പാസ് റിലീസ് ചെയ്യുമ്പോൾ ഗോൺസാലോ ഓഫ് സൈഡിലാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ആർഗ്യുമെന്റ് ഇപ്പം ട്വിറ്ററിലും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ, ഉള്ള പറയാമല്ലോ. നമ്മൾ ഇന്നലത്തെ മാച്ചിൽ വി ഡിസേർവ് ടു ലൂസ്. യെസ്, ഒരു 1 പോയിന്റ് കിട്ടുമായിരുന്നെങ്കിൽ നൈസാണ്. പക്ഷെ നമ്മൾ ആ ഒരു ഹൈലൈൻ ടാക്ടിക്സ് ഇംപ്ലിമെന്റ് ചെയ്തു. അത് ഓഫ് സൈഡ് ആണോ ഓൺ സൈഡ് ആണോ, ആ മൊമെന്റിലോ ഓഫ് സൈഡ് അല്ല എന്നാണ് VAR കോൾ ചെയ്തത്. സോ ഞാനത് വിശ്വസിക്കുന്നു, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ലെറ്റ്സ് മൂവ് ഓൺ വിത്ത് ദാറ്റ്. പക്ഷെ ഒരു അർത്ഥത്തിൽ നമ്മൾ ഇന്നലെ തോറ്റതുകൊണ്ട് മേ ബി അത് പോസിറ്റീവായി ഈ സീസൺ ബാധിക്കാനാണ് കൂടുതൽ സാധ്യത. കാരണം നമ്മൾ കൂടുതൽ സ്ക്രൂട്ടനൈസ്ഡ് ആവും. മേ ബി ഒരു ഡ്രോ പിടിക്കുകയായിരുന്നെങ്കിൽ ഇത്രയും ബഹളങ്ങൾ വരത്തില്ലായിരുന്നു. ഓക്കെ, ബാർസ ഒരു ഡ്രോ പിടിച്ചു, ഓക്കെ, വി ഷുഡ് ഹാവ് പ്ലേഡ് ബെറ്റർ എന്നുള്ള രീതിയിൽ പറഞ്ഞേനെ. പക്ഷേ നമ്മൾ ഇന്നലത്തെ മാച്ചിൽ ഈവൻ ഒരു 1-1 ആയിരുന്നു റിസൾട്ട് എങ്കിലും ഈവൻ എന്തായിരിക്കോട്ടെ ആ ഒരു സിറ്റുവേഷൻ ഗോൺസാലോ റാമോസിൻ്റെ കാര്യം, ഐ തിങ്ക് അത് VAR റൈറ്റ് ഓൺ സൈഡ് ആണെന്നാണ് വിധിച്ചിരിക്കുന്നത്. സോ നമുക്ക് റെഫറിയോടൊപ്പം നിന്നേ പറ്റും. അത് ഓൺ സൈഡ് ആണ്, അത് ഗോൾ കൊടുത്തു. അഥവാ അത് ഓഫ് സൈഡ് ആയിരുന്നെങ്കിൽ പോലും 1-1 ആയിരുന്നെങ്കിൽ പോലും ഞാൻ ഈ തോറ്റ അതേ ഇഷ്യൂ ആയിട്ട് തന്നെ ഞാൻ വന്നിരുന്നേനെ. കാരണം ബാർസ ഇന്നലത്തെ മാച്ചിലെ സെക്കൻഡ് ഹാഫിൽ നമ്മളെ ഔട്ട് ക്ലാസ് ചെയ്തു. PSG അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഔട്ട് ക്ലാസ് ചെയ്തു നമ്മുടെ ടീമിൽ. ഈവൻ ആദ്യത്തെ ഒരു ഫസ്റ്റ് 30-35 മിനിറ്റ്സ് ഈവൻ ലൂയിസ് ഫിഗോയും പോസ്റ്റ് മാച്ച് പറഞ്ഞാൽ ഓക്കെ, ബാർസ വെയർ പ്ലേയിങ് വെൽ. പിന്നീട് ലാസ്റ്റ് 10 മിനിറ്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് കളി പോയി. പക്ഷേ ലാസ്റ്റ് ഒരു ആഡ് ഓൺ ടൈംസിലോട്ടൊക്കെ എത്തിയപ്പം വീണ്ടും നമ്മൾ കുറച്ച് ഡേഞ്ചറസ് ആയി. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി ആ ഒരു 45 മിനിറ്റ്സ് നമുക്ക് ഗെയിമിൽ യാതൊരു കൺട്രോളും ഇല്ല. ഫിസിക്കലി നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് ഡ്രെയിൻഡ് ആയിരുന്നു. ഇവൻ പോസ്റ്റ് മാച്ച് ഹാൻസി ഫ്ലിക്കും പറഞ്ഞ ഇതാണ്, നമ്മൾ 1-on-1 ഡിഫൻസീവിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഹാൻസി ഫ്ലിക്ക് തുറന്നു പറഞ്ഞു. 100% ഉണ്ട്. ആൻഡ് ഗോൺസാലോ റാമോസ് പറഞ്ഞൊരു വാക്കുണ്ട്, കുറേ ബാർസലോണ ഫാൻസ് പറയുന്നത് എന്തിന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയുന്നു. ബ്രോ, നമ്മൾ അത് ഗോൺസാലോ റാമോസ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇഫ് യു ആർ ദ ബെറ്റർ സൈഡ് യു ആർ ദ പെർഫോം ഓൺ ദ വിച്ച് നോട്ട് ടോക്ക് എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞ 100% ഞാൻ ഗോൺസാലോ റാമോസിനോടൊപ്പം നിൽക്കുകയാണ്. അവർ ജയിച്ച് ഇന്നലത്തെ മാച്ചിൽ സെക്കൻഡ് ഹാഫിൽ നമ്മളെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു. ആൻഡ് ഗോൺസാലോ റാമോസിന് അത് പറയാനായിട്ടുള്ള എല്ലാ റൈറ്റും ഉണ്ട്. സോ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഹാപ്പൻസ്, ഫുട്ബോളാണ്, നമ്മൾ പറയുമ്പോൾ തിരിച്ചു കിട്ടുകയും ചെയ്യും. ആൻഡ് ബാർസലോണ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോൾ ലൈനപ്പിൽ ഫെറാൻ ടോറസിനാണ് അപ്പ് ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ അറ്റാക്കേഴ്സിൽ തലയുയർത്തി പോകാവുന്ന മേ ബി വൺ ഓഫ് ദ പ്ലേയേഴ്സ് പുള്ളിയാണെന്ന് തന്നെ പറയേണ്ടി വരും. ആൻഡ് മാച്ചിന് മുമ്പ് നമുക്കറിയാം ലെമീൻ യമാൽ, ഇപ്പോൾ ലെമീൻ യമാൽ ഓൾറെഡി മാച്ചിന് മുമ്പ് പുള്ളി തന്നെ ഓരോന്നൊക്കെ ഇട്ട് ഫയർ അപ്പ് ആക്കി. ആൻഡ് മാച്ചിന് ശേഷം പൊട്ടുമ്പോഴേക്കും ലെമീൻ യമാലിനെ ന്യൂനോ പോക്കറ്റ് ചെയ്തു, അത് ചെയ്തു ഇത് ചെയ്തു, ന്യൂനോനെ എല്ലാവരും ട്രോളുമ്പോഴേക്കും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളി തന്നെ ചോദിച്ചു വാങ്ങിയതാണ്. ഓൾറെഡി ഈ ബിഗ് പ്ലേയേഴ്സ് ഫ്ലോപ്പ് ആകും. ഇപ്പം മെസ്സി റൊണാൾഡോ ഒക്കെ ഫ്ലോപ്പ് ആകുമ്പോഴേക്കും ഏതൊരു മാച്ച് മോശമായിട്ട് കളിക്കുകയാണെങ്കിൽ വിച്ച് റയർലി ഹാപ്പൻസ്, അവരെ നമ്മൾ പിന്നെ കാണാറുള്ളതാണ് എടുത്തിട്ട് ട്രോളുന്നത്. കാരണം അത് ആ ബിഗ് പ്ലെയറിന് വരുന്ന ഒരു പ്രഷറാണ്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് എരിവ് കയറ്റുവാണ്. മാച്ചിന് മുമ്പ് ഓരോ കമൻസും ഓരോ സ്റ്റോറീസും ഒക്കെ ഇട്ട് ഫയർ അപ്പ് ആക്കുവാണ് യമാൽ. സോ മാച്ചിന് ശേഷം തോക്കുമ്പോഴേക്കും കിട്ടാൻ പോകുന്ന ക്രിറ്റിസിസവും നേരിടാൻ റെഡി ആയിരിക്കണം. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഫുട്ബോൾ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ചെക്കനാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് യമാൽ കംപ്ലീറ്റ്ലി സെക്കൻഡ് ഹാഫ് യമാലിനെ കംപ്ലീറ്റ്ലി ഗെയിമിൽ നിന്ന് ഔട്ടാക്കി അല്ലേ? എങ്ങനെ സാധിച്ചു? യമാൽ ഇന്നലത്തെ മാച്ചിൽ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ യമാൽ വാസ് ലൈവ്ലി. 5 ഡ്രിബിൾസ് അറ്റംപ്റ്റ് ചെയ്തതിൽ 4 കംപ്ലീറ്റ് ചെയ്തു. ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് യമാൽ, അടിപൊളി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ യമാൽ ഫസ്റ്റ് ഹാഫ് കളിക്കുന്നുണ്ടായിരുന്നു. വാസ് ഗുഡ്. ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ന്യൂനോ ടേക്ക് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് ന്യൂനോയും തിരിച്ച് ഡിഫൻസീവ്ലി വാസ് ഗുഡ് അഗൈൻസ്റ്റ് യമാൽ. സോ അവർക്കിടെ നല്ലൊരു ഈവൻ ബാറ്റിൽ ഫസ്റ്റ് ഹാഫ് നടക്കുമായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ യമാലിനെ ഗെയിമിൽ കണ്ടിട്ടേ ഇല്ല. ആൻഡ് യമാലിനെ എങ്ങനെ ഗെയിമിൽ കണ്ടില്ല സെക്കൻഡ് ഹാഫ്? അതിൻ്റെ ആൻസർ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്. സിമ്പിൾ ആൻസറാണ്. നമുക്ക് മിഡ്ഫീൽഡിലോട്ട് ബോൾ എത്തിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ മിഡ്ഫീൽഡേഴ്സിന് മാച്ചിൽ സെക്കൻഡ് ഹാഫിൽ ബോൾ കയ്യിൽ മിഡ് തേർഡിൽ കിട്ടിയിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് തേർഡ്, അതായത് നമ്മുടെ ഡിഫൻസീവ് തേർഡിൽ വെച്ച് തന്നെ PSG ബോൾ വിൻ ചെയ്യുകയാണ്. എങ്ങനെ അവർ ചെയ്തു? ഇന്നലത്തെ മാച്ചിൽ നമ്മൾ മിസ് ചെയ്ത വൺ ഓഫ് ദ ബിഗസ്റ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ജോൺ ഗാർഷ്യ. ബിൽഡപ്പിൽ
ജോൺ ഗാർഷ്യ ബിൽഡപ്പിൽ എന്ത് ചെയ്തു? ജോൺ ഗാർഷ്യ നമുക്കുള്ളപ്പോൾ ഗുണം എന്നാണ്, എറിക് ഗാർഷ്യയും അതുപോലെ തന്നെ ഇപ്പം കുബാർസിയും 2 ഏരിയയിലോട്ട് പോകുന്നു. 2 പേരിലോട്ടും ഇപ്പം ബിൽഡപ്പിൽ ഇപ്പം ഇന്നലെ അവർ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ അവർ ഷെസ്നി വീക്ക് ലിങ്ക് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരു ബിഗ് തിങ് എന്താണെന്ന് വെച്ചാൽ അവർ ഡബിൾ ഡൗൺ ചെയ്തു. എറിക് ഗാർഷ്യയിലും കുബാർസിനെയും ചെന്ന് ബ്ലോക്ക് ചെയ്തു അവരുടെ ഫ്രണ്ടിലെ 2 പ്ലേയേഴ്സ്. സോ ഷെസ്നി വാസ് ദ മാൻ ഹു ഹാസ് ടു റിലീസ് ദാറ്റ് പാസ്. പെഡ്രിയിലോട്ടോ ഡിയാങ്ങിലോട്ടോ ഒരു പാസിംഗ് ലൈൻ ഓപ്പൺ ആണെങ്കിലും എപ്പോഴും പുള്ളി ചെയ്യുന്ന ഷെസ്നി ചെയ്യുന്ന എന്താണ്, ബോൾ ഓവർ ദ ടോപ്പ് പോകാൻ ശ്രമിക്കും. എല്ലാം PSG പ്ലേയേഴ്സിൻ്റെ കാലിലോട്ടാണ്. കാരണം ഈവൻ ഇഫ് ആ ഒരു പാസിംഗ് ലൈൻ ഓപ്പൺ ആണെങ്കിലും ഷെസ്നി കോൺഫിഡൻ്റ് അല്ല ആ പാസ് ചെയ്യാനോട്. സോ നമ്മൾ സംഭവിച്ചത് എന്താണ്, ഇപ്പം PSG ഒരു ഷോട്ട് എടുക്കുന്നു, വെളിയിൽ പോകുന്നു, അതിൻ്റെ റീപ്ലേ കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നീട് നമ്മൾ നോക്കുമ്പോഴേക്കും PSG പൊസിഷൻ കാലി കിട്ടുന്നു. അതെങ്ങനെ? നമ്മുടെ ഗോൾ കിക്ക് അല്ലാതെ എങ്ങനെ PSG കാലിക്ക്? ഇതാണ് അവർ പെട്ടെന്ന് എന്ന് ഗാർഷ്യനെയും കുബാർസിനെയും ബ്ലോക്ക് ചെയ്യും, പാസിംഗ് ലൈൻ ഷെസ്നിക്ക് അങ്ങോട്ടേക്കുള്ളത് ഓഫാക്കും. ആൻഡ് ഷെസ്നിക്ക് ഈവൻ ഒരു ക്ലിയർ പാത്ത് ഓഫ് പാസ് ഉണ്ട് നമ്മുടെ മിഡ്ഫീൽഡിലോട്ടെങ്കിലും പുള്ളിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ബിക്കോസ് ഈസ് നോട്ട് ഗുഡ് ഓൺ ദ ബോൾ. ജോൺ ഗാർഷ്യനെ റിയലി നമ്മൾ മിസ് ചെയ്ത് ഇന്നത്തെ മാച്ചിൽ ആ ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ ടാക്ടിക്കലി നമ്മൾ ഈസിലി അവർ ഔട്ട് ക്ലാസ് ചെയ്തോടെ. അതിനെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഡാനി ഓൾമോനെ കുറിച്ചാണ്. ഞാൻ ഒരു പ്ലെയറിനെയും പോയിന്റ് ഔട്ട് ചെയ്യത്തില്ല, കാരണം ഇന്നത്തെ മാച്ച് ഇറ്റ് ഹാപ്പൻ. എവരിബഡി ഹാഡ് എ ബാഡ് ഗെയിം അപ്പാർട്ട് ഫ്രം 1 or 2 പ്ലേയേഴ്സ്. അതിലോട്ട് ഞാൻ വരാം. എവരിബഡി ഹാഡ് എ ബാഡ് ഗെയിം. ഇന്നലെ ഇന്റൻസിറ്റി ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഫിസിക്കലി നമ്മൾ ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഡാനി ഓൾമോ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറയും, ഹി ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. ഇനി എനിക്കറിയത്തില്ല ഡാനി ഓൾമോയ്ക്ക് എത്രയും കൂടെ ചാൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം. കാരണം ഡാനി ഓൾമോ ഇന്നലെ വോക്കിയാണ് പിച്ചിൽ. ഹു ഇസ് ഡാനി ഓൾമോ? ലയണൽ മെസ്സിയോ ക്രിസ്ത്യാനോയോ വല്ലോ ആണോ? ഈ പിച്ചിൽ വോക്കിയാണ്. ഓക്കെ, വോക്ക് ചെയ്യണമെങ്കിൽ അമ്മാതിരി നമ്പേഴ്സ് തന്നിട്ട് വോക്കി. ഇപ്പം ഡാനി ഓൾമോൻ ഇപ്പം നമ്മളെ എന്നാ പറയുക, ഞാൻ കുറേ നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ലെറ്റ്സ് ഗീവ് ഇൻ സം മോർ ടൈം. ചില ഗ്ലിംസസ് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഗ്ലിംസസ് കാര്യമില്ല. വി നീഡ് കൺസിസ്റ്റൻസി ബ്രോ. ഡാനി ഓൾമോ നിങ്ങളുടെ 19 വയസ്സുകാരനായ യങ്സ്റ്റർ അല്ല, 27 വയസ്സുള്ള ഒരു എന്നാ പറയുക, ഒരു പ്രൈമിൽ നിൽക്കുന്ന പ്ലെയർ ആണ്. ഓക്കെ, ബിഗ് ഗെയിം എക്സ്പീരിയൻസ് എല്ലാ ഒരു പ്ലെയറാണ്. യൂറോപ്പ ലീഗും വേൾഡ് കപ്പും എല്ലാം കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. ചാമ്പ്യൻസ് ലീഗ് മൾട്ടിപ്പിൾ ടൈംസ് കളിച്ചിട്ടൊക്കെ ഉള്ള ഒരു പ്ലെയറാണ്. ആള് പിച്ചിൽ ഓഫ് ദ ബോൾ വോക്കിയാണ്. ഞാൻ പ്രീ മാച്ചിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഡാനി ഓൾമോയുടെ ഗെയിം ഓഫ് ആണെങ്കിൽ നമ്മൾ പിന്നെ ഈ മാച്ച് കളിക്കുന്നതിന് അർത്ഥമില്ലെന്ന് ഞാൻ പറഞ്ഞു. സെക്കൻഡ് ഹാഫ് അത് തന്നെയാണ് സംഭവിച്ചത്. നിങ്ങൾ തന്നെ, ഞാൻ എൻ്റെ പ്രീ മാച്ച് അനാലിസിസ് നമ്മുടെ ഒരു ടാക്ടിക്കൽ പ്രിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ഡാനി ഓൾമോയുടെ കാര്യം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് മിഡ്ഫീൽഡ് സുപ്പീരിയോറിറ്റി ഇല്ല, അതാണ് ക്ലിയർലി ഞാൻ പറഞ്ഞത്. നമ്മുടെ 2 man മിഡ്ഫീൽഡ് വേഴ്സസ് അവർ 4 man മിഡ്ഫീൽഡ് ആയിരുന്നു ടെക്നിക്കലി. പിന്നീട് അവർക്ക് 3 man ആക്കാൻ സാധിച്ചു. എന്തുകൊണ്ട്? ഫ്രാങ്കി ഡിയോങ്ങും പെഡ്രിയും നല്ല 2 പ്ലേയേഴ്സാണ്. ഓക്കെ, സെക്കൻഡ് ഹാഫിൽ ഡിയോങ്ങിനെ നമ്മൾ പിക്ചറിലെ കണ്ടിട്ടില്ല. അതുപോലെ മിഡ്ഫീൽഡ് ബാറ്റിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഫ്രാങ്കി ഡിയോങ്ങും പെഡ്രിയും വെച്ച് 2 man മിഡ്ഫീൽഡ് വെച്ച് ഓക്കെ, ലീഗയിലെ ഇതിലേക്ക് മിഡ് ടേബിൾ അല്ലെ ചെറിയ ലോവർ ലെവൽ ടീം, മേ ബി ടു ആൻ എക്സ്റ്റെന്റ് ന്യൂകാസിലിനെയൊക്കെ അഗെയിൻസ്റ്റ് നമുക്ക് ഓക്കെ ആയിട്ട് പോകാം, കാരണം അവർക്ക് ക്വാളിറ്റി ഉണ്ട്. ബട്ട് അഗെയിൻസ്റ്റ് സുപ്പീരിയർ ടീംസ് ലൈക്ക് PSG അവർ എന്നാ ചെയ്യുന്നത്, വിറ്റീന, സായാർ എമറി, ഫാബിയാൻ റൂയിസ്, 3 പ്രസിംഗ് മോൺസ്റ്റേഴ്സ് ആണ് അവിടെ ഉള്ളത്. കൂടെ ഹക്കീമി ഓർ ന്യൂനോ മെൻഡസ്, എസ്പെഷ്യലി ഹക്കീമി ചിലപ്പോൾ ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് വരുന്നതാണ്, പലപ്പോഴും കാണാം. അല്ലെ മയൂലു ഡ്രോപ്പ് ചെയ്യുന്നതാണ് മിഡ്ഫീൽഡിലോട്ട്. വി സോ മയൂലു ഡ്രോപ്പിംഗ് ഇൻ ടു ദാറ്റ് മിഡ്ഫീൽഡ്. ടെക്നിക്കലി അവർ 4 ആക്കുകയാണ്. നമ്മുടെ ആരാണ്? പെഡ്രിയും ഡിയോങ്ങും മാത്രം. നമ്മുടെ ഡാനി ഓൾമോ അവിടെ 3rd man മിഡ്ഫീൽഡായിട്ട് ആക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥാനത്ത് ഹി വാസ് വോക്കിംഗ്. പ്രാക്ടിക്കലി പെഡ്രി ഇന്ന് ടയേർഡായ ഒരു പരുവായി. ഇന്നത്തെ മാച്ച് പെഡ്രി വാസ് എ ബെസ്റ്റ് പ്ലെയർ ഇൻ ദാറ്റ് പിച്ച് ഫോർ ബാർസലോണ. ഓക്കെ, ബെസ്റ്റ് പ്ലെയർ ഫോർ ബാർസലോണ. ഫസ്റ്റ് ഹാഫ് പെഡ്രിയുടെ ലെവൽ ഓഫ് ബ്രില്യൻസ് നമ്മൾ കണ്ടു. എന്തുകൊണ്ട്? ഫസ്റ്റ് ഹാഫ് നമ്മൾ കുറച്ചുകൂടെ ഗെയിമിലുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി അവരുടെ കൺട്രോളായപ്പം പെഡ്രിയുടെ കാലിലോട്ട് ബോൾ പോകുമ്പോഴാണ് ബാർസ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നത്. പെഡ്രി പ്രാക്ടിക്കലി ഡാനി ഓൾമോയുടെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് നിന്ന് എടുക്കുമായിരുന്നു. ഹി വോണ്ട് 9 out of 12 ഗ്രൗണ്ട് ഡുവൽസ്, 2 ടാക്കിൾസ് ആൻഡ് പിച്ചിൽ ഓൾമോസ്റ്റ് ആ പിച്ചിൽ ഈവൻ ഇഫ് ഹാഫ് ഫിറ്റ് പെഡ്രി ആയിരുന്നിട്ട് പോലും പുള്ളി ഓടി നടന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്, വയ്യാനിട്ടും. പുള്ളീനെ സഹതാപം തോന്നി. ലാസ്റ്റ് പുള്ളീനെ മാറ്റി പിച്ചിൽ നിന്ന് മാറ്റേണ്ട അവസ്ഥ വന്നു. ഓർ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു, പക്ഷേ മാറ്റേണ്ട അവസ്ഥ വന്നു. ഡാനി ഓൾമോ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് എടുക്കുന്നില്ല. ഡാനി ഓൾമോയുടെ വർക്ക് ലോഡും പെഡ്രി എടുക്കുകയാണ്. ആ പെഡ്രി അത്രയും വർക്ക് ലോഡ് എടുക്കുന്നു. എന്നിട്ട് ഈ കിട്ടിയ സിറ്റർ ചാൻസ് സെക്കൻഡ് ഹാഫ്, ഈവൻ ദോ ദേ വർ ഡോമിനേറ്റഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇഫ് നോട്ട് ദ ബെസ്റ്റ് ചാൻസ് ഇൻ ദാറ്റ് മാച്ച് നമുക്ക് ഡാനി ഓൾമോ ത്രൂ കിട്ടി. ആൾക്ക് അവിടെ ആ ക്രൗഡിലോട്ട് തന്നെ പ്ലേസ് ചെയ്യുന്നു, ഒരു പ്രഷറും ഇല്ല. ഈസിലി അപ്പുറത്തേക്ക് ഉരുട്ടി വിടാനായിട്ട് ആളുടെ ആ റൈറ്റ് ഹാൻഡ് സൈഡ് സ്പേസ് ഉണ്ടായിട്ട് ആരുടെ ലെഫ്റ്റിലോട്ട് തന്നെ ഷോട്ട് എടുക്കുവാണ്, എങ്ങോട്ട്? ആ ക്രൗഡിലോട്ട്. ഐ ഡോണ്ട് നോ എന്താണ് ഡാനി ഓൾമോ അവിടെ ഉദ്ദേശിച്ചത്. ബട്ട് ഡാനി ഓൾമോയുടെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് ഈസ് എ വറിയിങ് തിങ്. പുള്ളിക്ക് തോന്നുമ്പം പ്രസ് ചെയ്യാം, തോന്നുമ്പം ചില മാച്ചുകളിൽ മൂഡുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഇന്ന് അടുത്ത മാച്ച് ഓടിക്കളിക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാത്ത മാച്ച് ഞാൻ ഇങ്ങനെ വോക്ക് ചെയ്യത്തേ ഉള്ളൂ. എനിക്ക് ലയണൽ മെസ്സിയുടെ ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളൊരു ഭാവമാണ് ഡാനി ഓൾമോയ്ക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഫെർമിൻ ലോപ്പസിന് ഇഞ്ചറി പറ്റുന്നത് ഇസ് ദ വേഴ്സ്റ്റ് തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ഫോർ ബാർസലോണ. വൺ ഓഫ് ദ റീസൺ ഡാനി ഓൾമോയ്ക്ക് ആ പൊസിഷൻ ഗ്യാരണ്ടീഡ് ആണ്. ആ നമ്പർ 10 ഞാനാണ്.
വേറെ ഒരുത്തനും ഇല്ല ഇനി എന്നെ ചാലഞ്ച് ചെയ്യാവുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഡാനി ഓൾമോ ആറ്റിറ്റ്യൂഡ് ഈസ് വൺ ഓഫ് ദ വേസ്റ്റ് ഇൻ ദ വേൾഡ്. അത് തന്നെയാണ് ഇതിനെ സംബന്ധിച്ച്. ഞാൻ ഒരു പ്ലേയേഴ്സിന് എവരി അതർ പ്ലേയേഴ്സ് ആഡ് എ ബാഡ് ഗെയിം, പക്ഷേ അവർക്ക് ഇറ്റ് ഹാപ്പൻസ്. പക്ഷേ ഡാനി ഓൾമോനെ ഇനി പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് എനിക്കൊരല്പം ഇതുണ്ട്. കാരണം ഞാൻ ഈവൻ ദോ മറ്റ് ചാനലിലൊക്കെ ഡിസ്കഷൻ പോകുമ്പോഴാണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തിന് ഡാനി ഓൾമോ സൈൻ ചെയ്തു. ഓക്കെ, അവൻ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യും, ഔട്ട്പുട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഗ്ലിംസസ് തന്നിട്ടുണ്ട്, പക്ഷേ കൺസിസ്റ്റൻസി ഇല്ല. തോന്നുമ്പോൾ പെർഫോം ചെയ്യുക, ഇറ്റ്സ് എ തിങ് ടു വറി. ഡാനി ഓൾമോ കനോട്ട് ഗോ ഓൺ ലൈക്ക് ദിസ്. ഫെർമിൻ ലോപ്പസ് ഇന്നത്തെ മാച്ച് നമ്മൾ ശരിക്കും മിസ് ചെയ്തു. ഫെറാൻ ടോറസ് സെറ്റാനത് എക്സാമ്പിൾ. ഫെറാൻ ടോറസ് ഇന്ന് ഒരു സൂപ്പർ, ഇപ്പോൾ നമ്മൾ റാഷ്ഫോർഡിൻ്റെ അസിസ്റ്റിലൂടെയാണ് ബാർസലോണ ഒരു ഗോൾ സ്കോർ ചെയ്തത്. അത് കിടിലം പോകായിരുന്നു. വിറ്റീന ബോൾ ഗീവ് അവേ ചെയ്യുന്നു. റാഷ്ഫോർഡിൻ്റെ ഇപ്പം പെഡ്രി റാഷ്ഫോർഡിനെ റിലീസ് ചെയ്യുന്നു. റാഷ്ഫോർഡ് നേരെ സൂപ്പർ ബോൾ ടു ഫെറാൻ ടോറസിന് ഫിനിഷ്. ബട്ട് ഫെറാൻ ടോറസ് ആ പിച്ചിൽ ലാസ്റ്റ് 90 minutes വരെ ഹി വാസ് പ്രസ്സിങ്. അപ്പ് ഫ്രണ്ട് ഫെറാൻ ഒറ്റയ്ക്ക് ആയിരുന്നു പ്രസ് ചെയ്യണം, വേറൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പ് ഫ്രണ്ട് ഡാനി ഓൾമോ ഇരുന്നില്ല, റാഷിയുടെ അധികം കിട്ടുന്നില്ല. റാഷി ഓവറോൾ വാസ് നോട്ട് ബാഡ്, പക്ഷേ റാഷ്ഫോർഡിൻ്റെ എന്നുള്ള പ്രസ്സിംഗ് ഇന്റൻസിറ്റി ഈസ് ആൻ ഇഷ്യൂ. ഹക്കീമി സെക്കൻഡ് ഹാഫ് ഈസിലി റൺ നടത്തുവാണ്. റാഷ്ഫോർഡ് വാസ് ജോഗിങ് അല്ലെ വോക്ക് ചെയ്യാണ്. ട്രാൻസിഷൻ ഹിറ്റ് ചെയ്യാനായിട്ട് അപ്പ് ഫ്രണ്ട് നിൽക്കണം ഇല്ല എന്നല്ല, ബട്ട് റാഷ്ഫോർഡിൻ്റെ ചെയ്യുന്ന പ്രസ്സിംഗ് ഇന്റൻസിറ്റി വന്നില്ല. സെയിം ഫോർ ലെമീൻ യമാൽ ബ്രോ. ലെമീൻ യമാലിനെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യണം. ഇന്നലത്തെ മാച്ചിൽ യമാൽ ഒരു ഇഞ്ചറി കഴിഞ്ഞ് വരുവാണ്. സോ ടു ആൻ എക്സ്റ്റെൻഡ് ഐ അഗ്രി വിത്ത്. ബട്ട് ഈ സീസണിൽ ഓവറോൾ പുള്ളി കളിക്കുമ്പോഴാണ് ഓഫ് ദ ബോൾ യമാലിൻ്റെ കയ്യിൽ നിന്നുള്ള വർക്ക് ലോഡിൽ മാസീവ്ലി ഡൗൺ ഗ്രേഡ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് നമ്മുടെ ഫാൻ ബേസിനിടയിൽ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പിന്നീട് എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. വി ഹാവ് ടു ഗീവ് മാസീവ് റെസ്പെക്ട് ടു റഫീന. ഇപ്പം നമ്മുടെ ചില ഫാൻ ബേസിനിടയിൽ റഫീന ബാലൻഡിയോറിൽ ഇപ്പം പലരും ഇപ്പോൾ സെക്കൻഡ് ഫിനിഷ് ചെയ്യായിരുന്നു, തേർഡ് ഫിനിഷ് ചെയ്യായിരുന്നു, ഹയർ വരായിരുന്നു. ബട്ട് റഫീനേക്കാളും ടാലൻറ്റ് വൈസ് ഐ 100% അഗ്രി ചെയ്യുന്നു. യമാലും മറ്റും എല്ലാ പ്ലേയേഴ്സിനും ടാലൻറ്റും എല്ലാം ഉണ്ട്, റിയലി സ്മൂത്തി ഉള്ളതാണ്. ബട്ട് നമ്മുടെ ഫാൻ ബേസിനിടയിലാണെങ്കിൽ റഫീനയുടെ മേൽ ചെറിയൊരു ഡിസ്റെസ്പെക്റ്റ് ഉണ്ട്. അതെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ കീപ്പ് എന്നാ പറയുക, അറ്റ്ലീസ്റ്റ് ഡോണ്ട് ഡിസ്റെസ്പെക്ട് ഹിം. ആ പ്ലെയർ ഉണ്ടല്ലോ, ഇമാതിരി നമ്പേഴ്സ് ലാസ്റ്റ് ഇയർ 19 ഗോൾസ് അസിസ്റ്റ് തന്നിട്ടുണ്ട് ആൾക്ക് ചാമ്പ്യൻസ് ലീഗ് തന്നെ, കൂടാതെ ലീഗിലും എല്ലാം ആയിട്ട്. ഇമാതിരി നമ്പേഴ്സും തന്നുകൊണ്ട് അമ്മാതിരി വർക്ക് ലോഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. പ്രസ്സിങ് മോൺസ്റ്ററാണ് റഫീന. ഇത്രയും വർക്ക് ലോഡും ഇത്രയും നമ്പേഴ്സും തരുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമില്ല. ഇവൻ ഈ സീസണിലാണ് നിങ്ങൾ നോക്കുക, റഫീന റൈറ്റിലോട്ട് പുള്ളീനെ ഇട്ടു ലാസ്റ്റ് മാച്ച് ന്യൂകാസിൽ മാച്ചിലും അല്ലാതെ വല്ലതും. ഹി ഡിഡ് ദ റോൾ, ഹി വാസ് പ്രസ്സിങ് അപ്പ് ഫ്രണ്ട്. ഫെറാൻ ടോറസ് ഇന്നലെ ഒറ്റയ്ക്ക് ഫ്രണ്ടിൽ പ്രസ് ചെയ്യുന്നില്ല. റഫീന വിൽ പ്രൊവൈഡ് ദാറ്റ്. പ്രസ് ചെയ്തുകൊണ്ടിരിക്കും പുള്ളി. ആൻഡ് അസിസ്റ്റ് നമ്പേഴ്സും തരികയും ചെയ്യും. ആ ഒരു റഫീനയുടെ വർക്ക് ലോഡിന് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ടൈമായി. അതുപോലെ തന്നെ ജെറാർഡ് മാർട്ടിൻ ഡിഫെൻസീവ്ലി ഇന്നലെ മോശമായിരുന്നല്ല, പക്ഷേ ജെറാർഡ് മാർട്ടിനെ ഇന്നലെ എന്നാ പറയുക, ജെറാർഡ് മാർട്ടിനെ ഇന്ന് നമുക്ക് ആ റൺസ് കിട്ടത്തില്ല. ഈവൻ റാഷ്ഫോർഡ് ഡ്രോപ്പ് ചെയ്ത് റാഷ്ഫോർഡ് ഐൻ ബിഹാൻഡ് പ്ലേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ജെറാർഡ് മാർട്ടിനെ റൺ കിട്ടുന്നില്ല, നമുക്ക് പേസ് ഇല്ല. സോ അപ്പുറത്ത് PSG വേർ വിത്തൗട്ട് ദർ സ്റ്റാർട്ടിംഗ് ഫ്രണ്ട് 100% അഗ്രി ചെയ്ത് ജാനുവരി ലാസ്റ്റ് മൂവ്മെന്റ് മാറ്റേണ്ടി വന്നു. പക്ഷേ PSG ആ ബേസ് ഉണ്ട്. അവരുടെ ബേസ് നമ്മുടെ ബേസ് തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ. ഒരു ഡിഫൻസും മിഡ്ഫീൽഡും ആണ് ബേസ്. നമ്മുടെ മിഡ്ഫീൽഡ് ടെക്നിക്കലി ഡാനി ഓൾമോ ഇല്ലാത്തതിനോട് വി ആർ പ്ലേയിങ് വിത്ത് 10 men. ഡാനി ഓൾമോനെ ഇന്നലെ കൂട്ടണ്ട 10 പേര്. ആൻഡ് ഷെസ്നി പോലത്തെ ഒരു ഗോൾ കീപ്പർ ഹു ഇസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ആൻഡ് ബിൽഡപ്പ്. പിന്നെ നമ്മുടെ സെൻറ്റർ ബാക്സ് ഏരിയയും കൺസേണിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കുബാർസിയും എറിക് ഗാർഷ്യയും. കുബാർസി ഹാസ് ദാറ്റ് ലെഫ്റ്റ് സൈഡ് CB ഈസ് എ കൺസേണിംഗ്. ന്യൂനോ മെൻഡസ് ഇന്നലത്തെ ഫസ്റ്റ് ഗോൾ, ന്യൂനോ മെൻഡസ് ഡ്രിബിൾ ചെയ്ത് കയറുന്നതല്ല, പുള്ളിക്ക് ആ സ്പേസ് കിട്ടി. എന്തുമാത്രം സ്പേസ് ആണ് നമ്മൾ കൊടുത്തത്. കുണ്ട ഔട്ട് ഓഫ് പൊസിഷൻ ആവാണ്. ന്യൂനോ ഈസിലി കയറുവാണ്. ആരെ അങ്ങനെ ഡ്രിബിൾ ചെയ്ത് ബീറ്റ് ചെയ്യണമെന്നില്ല. ബട്ട് ആ റൺ ആൾ നടത്തുവാണ്, ആളവിടെ റിലീസ് ചെയ്യുവാണ്. ആരെ മയൂലുവിൻ്റെ നല്ലൊരു ഫിനിഷ്. അവിടെ മേ ബി കുബാർസി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. നമ്മുടെ പ്രസ്സിംഗ് സ്ട്രക്ചർ അവിടെ എന്താണ് കാണിച്ചത് നമുക്കറിയത്തില്ല. ആ 1-1 ആക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് 2 നെക്സ്റ്റ് ഗെയിം പോയി. അതുവരെ നമ്മൾ അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കളിയാണ്. ഫെറാൻ ടോറസ് നമ്മൾ നോക്കാനായിട്ടാണ് ആ ഒരു ഷോട്ട്, സബ്രാനിയുടെ ബ്ലോക്ക്, ഗോൾ ലൈൻ ക്ലിയറൻസ്. കൂടാതെ എടുത്തു പറയേണ്ട ലൂച്ചോയുടെ അനദർ ടാക്ടിക്കൽ ബ്രില്യൻസ് എന്നാന്ന് വെച്ചാൽ ലൂക്കാസ് ഹെർണാണ്ടസിനെ പുള്ളി ഇറക്കിയതാണ്. ഇപ്പം ഓൾറെഡി ഹീസ് ഓൺ ആനല്ലോ ന്യൂനോ മെൻഡസ്. ആൻഡ് സെക്കൻഡ് എല്ലോ വാങ്ങിക്കുന്നതിൻ്റെ അരികെയായിരുന്നു ആ ഒരു ഫൗള് യമാലിനെ എഡ്ജ് ഓഫ് ദ ബോക്സ് ചെയ്തതിൽ. സെക്കൻഡ് എല്ലോ വാങ്ങിക്കുവാതെ മേ ബി റെഡ് കിട്ടിയാണ്. ബട്ട് അവിടെ റെഫറി യെല്ലോ അല്ലെന്ന് പറയുന്നു. ഉടനെ പുള്ളി ചെയ്ത് ചെയ്യുന്നതാണ് ന്യൂനോനെ പുള്ളി ഹയർ ഓഫ് ദ പിച്ച്, കാരണം അറ്റാക്കിംഗ് ത്രെട്ടാണ്, ഹയർ ഓഫ് ദ പിച്ച് നിർത്തി. എന്നിട്ട് ലൂക്കാസ് ഹെർണാണ്ടസിനെ പുള്ളി ലെഫ്റ്റ് ബാക്കായിട്ട് ഇറക്കി. ആൻഡ് കംപ്ലീറ്റ്ലി യമാലിനെ പൂട്ടി കംപ്ലീറ്റ്ലി. ആൻഡ് ബാർസലോണയ്ക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. ബാർസലോണ ഫസ്റ്റ് സൈഡിൽ വെച്ച് തന്നെ ബോളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ യമാലിലോട്ട് ബോൾ ചെല്ലും? യമാലിനെ ഡ്രോപ്പ് ചെയ്തിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തില്ല. സോ യമാൽ സെക്കൻഡ് ഹാഫിൽ പ്രാക്ടിക്കലി ഓഫ്. ഡിഫെൻസീവ്ലി യമാലിൻ്റെ ഒന്നും കിട്ടിയില്ല. റാഷ്ഫോർഡിൻ്റെ ആയിരുന്നു ഡിഫെൻസീവ്ലി കുറച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയാൽ പറ്റും. ഹക്കീമി വാസ് റണ്ണിങ് ദ ഗെയിം. പിന്നെ വിറ്റീന സെക്കൻഡ് ഹാഫ് വിറ്റീനയുടെ കൺട്രോളിലായി ഗെയിം. വിറ്റീന വാസ് കംഫർട്ടബിൾ സെക്കൻഡ് ഹാഫ്. നമ്മുടെ പെഡ്രി വാസ് ഡൂയിങ് ഓൾമോയുടെ വർക്ക് ലോഡ്. ഡിയോങ് വാസ് ഓഫ്. ഓടി നടന്ന എല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
അപ്പുറത്തെ സയാർ എമറിയും ഫാബിയാൻ റൂയിസും ഹക്കീമിയും പ്രസ് ചെയ്ത് ബോൾസ് വിൻ ചെയ്യുന്നു. വിറ്റീമയ്ക്ക് ഗെയിം റൺ ചെയ്യാൻ പിന്നെ വിറ്റീനയുടെ ഫ്ലോയിലോട്ടായി ഗെയിം. നമ്മുടെ പ്രസിംഗ് സ്ട്രക്ചർ ഓഫായി. വിറ്റീന വാസ് റണ്ണിങ് ദ ഗെയിം സെക്കൻഡ് ഹാഫ്. ബട്ട് അവരുടെ ഫുൾ ബാക്സ് ഞാൻ ഇപ്പോഴും പറയാണ്, നമ്മളും അവരും തമ്മിലുള്ള ബിഗ്ഗസ്റ്റ് ഇഷ്യൂ മിഡ്ഫീൽഡിൽ ഒന്ന് അവരുടെ പ്രസിംഗ് ഇഷ്യൂ. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഡാനി ഓൾമോ ഞാൻ പറയാണ്, ഫെർമിൻ ലോപ്പസ് ഫിറ്റായി വന്നാൽ ഡോൺ സ്റ്റാർട്ട് ഡാനി ഓൾമോ ഇൻ എനി ഓഫ് ഓർ നോക്കൗട്ട് മാച്ചസ്. കാരണം ഫെർമിൻ ഈവൻ ദോ ഓഫൻസീവ്ലി എ ബിറ്റ് ഓഫ് ആണെങ്കിലും ഹി വിൽ പ്രസ് കയോട്ടിസം ക്രിയേറ്റ് ചെയ്യും. നമുക്ക് വേണ്ടത് അതാണ്, റണ്ണിങ് ലെഗ്സ് വേണം. ഈവൻ നമ്മുടെ പോസ്റ്റ് മാച്ച് ആൻസിപ്ലിക്ക് പറഞ്ഞാൽ എല്ലാവരും ടയർഡാണ്. ഓക്കെ, നെക്സ്റ്റ് സെവിയ മാച്ചാണ്, റെസ്റ്റ് ചെയ്യുക. ഡിയോങ് പെട്രി എവ്രിബഡി ലുക്ക് ടയർഡ്. കുണ്ടേനെ ഇന്നലെ എംബായെ ഇല്ലാതാക്കി. അവരുടെ എംബായ എന്ന് പറഞ്ഞാൽ 17 വയസ്സാണ്. കുണ്ടേനെ ഇന്നലെ ഇല്ലാതാക്കി. കുണ്ടേ ഹാഡ് വൺ ഓഫ് ഹിസ് വേഴ്സ് ഗെയിംസ്. പക്ഷേ ഞാൻ കുണ്ടേലോട്ട് പോകത്തില്ല, കാരണം കുണ്ടേ പെർഫോം ചെയ്യുന്ന പ്ലെയറാണ്. ഇന്നലത്തെ മാച്ച് നമ്മൾ കംപ്ലീറ്റ്ലി ഓഫായിരുന്നു. അപ്പാർട്ട് ഫ്രം ഡാനി ഓൾമോ ഞാൻ ആരിലോട്ടും പെട്ടെന്ന് അങ്ങ് ചെന്ന് ഇപ്പോഴേ അങ്ങോട്ട് നമ്മൾ റേജ് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ വി ആർ പ്ലേയിങ് ഓക്കെ, വി ആർ ഗ്രാൻഡിങ് റിസൾട്ട്. ബട്ട് PSG ആർ ദ ചാമ്പ്യൻസ് ഓഫ് യൂറോപ്പ് ഫോർ എ റീസൺ. ആൻഡ് ന്യൂനോ മെൻഡസ് ഇന്നലത്തെ മാൻ ഓഫ് ദ മാച്ച് വേൻ ഹി വാസ് എക്സലന്റ്. ബോൾ ഒഫൻസീവ്ലി ഡിഫൻസീവ്ലി ന്യൂനോ മെൻഡസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. വിറ്റീന വാസ് ഗ്രേറ്റ്, ബട്ട് ഹക്കീമി വാസ് എ ഗെയിം ചേഞ്ചർ. ഹക്കീമിയുടെ റൺസ് റാഷ്ഫോർഡ് ട്രാക്ക് ചെയ്തിരുന്നില്ല. ആൻഡ് ഫുൾ ബാക്സ് നമ്മുടെ അവരുടെ ഫുൾ ബാക്സ് തമ്മിലുള്ള ക്വാളിറ്റി തന്നെ ക്ലിയർലി വിസിബിൾ ആയിരുന്നു. എസ്പെഷ്യലി പേസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ ഇത്ര എക്സ്ട്രാ അഗ്രസീവ് ഹൈലൈൻ കളിക്കുന്നത്. ഹൈലൈൻ ആണ് നമ്മുടെ ടാക്ടിക്സ്, പക്ഷെ അത് കറക്റ്റ് ആയില്ലെങ്കിൽ അത് വിഷയമാവും. ലാസ്റ്റ് മൊമെന്റ് നമ്മൾ കണ്ടു, നമുക്കൊരു കൺട്രോളും ഇല്ലായിരുന്നു. കാംഗ്ലിയുടെ ഷോട്ട് പോസ്റ്റ് തട്ടി പോകുന്നു. ട്രാൻസിഷൻസിൽ PSG വേർ വേസ്റ്റ്ഫുൾ. സെക്കൻഡ് ഹാഫിൽ ട്രാൻസിഷൻസ് PSG നല്ല ചാൻസ് കിട്ടി, ദേ വേർ വേസ്റ്റ്ഫുൾ. സോ ഓവറോൾ വി ഹാഡ് എ റിയലി ബാഡ് ഗെയിം. മേ ബി ഹാൻസി ഫ്ലിക്ക് ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ശരിക്കും ഇത് ഇപ്പോഴേ വന്നത് നന്നായി. ഫർദർ കിട്ടുന്നതിനേക്കാളും എന്തുകൊണ്ടും സീസൺ സ്റ്റാർട്ടിൽ സെക്കൻഡ് മാച്ച് തന്നെ കിട്ടിയത് നന്നായി. ഈവൻ ദോ സ്കോർ ലൈൻ 2-1 ആണെങ്കിലും നമ്മൾ ഔട്ട് ക്ലാസ് ചെയ്ത് അവർ ജയിച്ച ഒരു 2-1 പെർഫോമൻസ് ആണ്. ഓക്കെ, സോ ഇത് നേരത്തെ വന്ന് നന്നായി. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കട്ടെ, ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യട്ടെ. മേ ബി പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യത്തിലും ഹാൻസി ഫ്ലിക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, നമ്മുടെ സ്ക്വാഡ് ഡെപ്ത് ഈസ് എ തിങ് ടു കൺസേൺ. നമ്മളെല്ലാവരും ബാർസ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുകയാണ്, എന്തൊരു ടൂർണമെൻറ്റ് അടിക്കണേലും ബേസ് കറക്റ്റ് ആയിരിക്കണം. നമുക്ക് ടെക്നിക്കലി ഗുഡ് മിഡ്ഫീൽഡുണ്ട്. അപ്പ് ഫ്രണ്ട് വി ഹാവ് ഇഷ്യൂസ്. നമ്മുടെ യമാലിനോ റഫീനയ്ക്കോ ഇഞ്ചറി പറ്റിയാൽ ദെയർ ആർ ഇഷ്യൂസ് ഫസ്റ്റ് തിങ്. ആൻഡ് ലെവൻഡോസ്കി ഈവൻ ദോ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ഒരു ഹൈ ഫിസിക്കൽ ഗെയിമിലോട്ട് വരുവാണ്. ലെവൻഡോസ്കിയുടെ കനോട്ട് എക്സ്പെക്ട് ലെവൻഡോസ്കി ടു സ്റ്റാർട്ട്. ഇന്നത്തെ മാച്ച് ലെവൻഡോസ്കി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ഇഷ്യൂസ് ആയിരുന്നു. അതിന് അടുത്തായിട്ട് എടുത്ത് പറയേണ്ട കാര്യം, ഫെർമിൻ ലോപ്പസ് ഫിറ്റായിട്ടിരുന്നില്ല, ഗ്യാബി ഫിറ്റായിട്ടിരുന്നില്ലെങ്കിൽ ഡാനി ഓൾമോ ഇസ് എ തിങ് ടു കൺസേൺ. അതുപോലെ തന്നെ ബാക്കിൽ നമുക്കൊരു ലെഫ്റ്റ് ഫുട്ടഡ് CB ഇല്ലാതെ നമ്മുടെ മാനേജ്മെന്റിനെ പറഞ്ഞാൽ മതി. ഇനിഗോ മാർട്ടിനസിനെ നമ്മൾ വിട്ടു. കുബാർസി ലെഫ്റ്റ് സൈഡ് CBയിൽ ഒട്ടും കംഫർട്ടല്ല. വെറുതെ ചെക്കൻ്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുകയാണ്. എനിക്ക് പേഴ്സണലി കുബാർസി റൈറ്റ് സൈഡിൽ CB ആയിട്ട് തന്നെ കളിക്കട്ടെ, ലെഫ്റ്റ് സൈഡിൽ പുള്ളി പരീക്ഷണം നടത്തട്ടെ. ക്രിസ്ത്യൻസനെയോ മറ്റോ വല്ലതായിട്ട് പരീക്ഷ. ഐ തിങ്ക് ക്രിസ്ത്യൻസനെ നമ്മൾ ഇനി കൂടുതൽ ടൈം കൊടുക്കണം. ക്രിസ്ത്യൻസൺ മേ ബി എ ഗുഡ് പ്ലെയർ ആണ്. പുള്ളിനെ ലെഫ്റ്റ് സൈഡ് CB ആയിട്ട് ട്രൈ ചെയ്തൂടെ എന്ന് നമുക്ക് ചോദിക്കാം. അറോഹോന് ഇന്നലത്തെ മാച്ച് എന്തുകൊണ്ട് സ്റ്റാർട്ട് ഇല്ല എന്ന് കുറേ പേര് ചോദിക്കുന്നു. ബട്ട് ഐ തിങ്ക് അറോഹോ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാനതിനും ടു ആൻ എക്സ്റ്റെന്റ് വലിയ ചേഞ്ചുകളാവുമെന്ന് തോന്നുന്നില്ല. ബട്ട് മേ ബി ഡിഫൻസീവ്ലി മൈറ്റ് ഹാവ് ബീൻ ബെറ്റർ. ബട്ട് എറിക് ഗാർഷ്യ ഇന്നലെ ഡിഫൻസീവ്ലി നല്ലപോലെ കളിച്ചു. കുബാർസി ഇന്നലെ ആ ഫസ്റ്റ് ഗോൾ ഈ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ എന്ന് പറഞ്ഞാലും അവിടെ കുബാർസിന് മാത്രമല്ല, കുണ്ടേ കൊടുത്ത സ്പേസ്, എറിക്കിനും ആ ഗോളിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ബട്ട് കുബാർസി ഓവറോൾ അസ് ദാറ്റ് ലെഫ്റ്റ് സൈഡ് CB വാസ് ഓക്കെ. നമ്മുടെ ഡിഫൻഡേഴ്സ് കോൺസ്റ്റന്റ്ലി എക്സ്പോസ്ഡ് ആവുമായിരുന്നു. കാരണം എന്താണ്, നമ്മുടെ മിഡ്ഫീൽഡിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല. നമുക്ക് നമ്മുടെ തേർഡിൽ നിന്ന് അടുത്ത തേർഡിലോട്ട് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല സെക്കൻഡ് ഹാഫ്. സോ നമ്മുടെ ഡിഫൻഡേഴ്സ് കൂടുതൽ എക്സ്പോസ്ഡ് ആവും. കൺസിഡറിങ് ദ സിറ്റുവേഷൻ നമ്മുടെ 2 CBs ഇന്നലെ ബെറ്റർ ആയിട്ട് ചെയ്തു. ജെറാഡ് മാർട്ടിൻ വലിയ കുഴപ്പമില്ലായിരുന്നു. ബട്ട് കുണ്ടേനെ ഇന്നലെ കോൺസ്റ്റന്റ്ലി എക്സ്പോസ്ഡ് ആവുകയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്, ബാൾഡെ ഇന്നലെ ഇറങ്ങിയതിന് ശേഷം എന്തുകൊണ്ട് ബാൾഡെ ഇന്നലത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്തില്ല. അതെ, ബാൾഡെ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡി അല്ല എന്ന് പറഞ്ഞാൽ ഗ്ലിംസസും തന്നു. ഹി വാസ് നോട്ട് മാച്ച് ഫിറ്റ്, 100% മാച്ച് ഫിറ്റേ അല്ലായിരുന്നു ബാൾഡെ, ക്ലിയർലി കാണാൻ. ഇന്നലെ സബ്സ്റ്റിറ്റ്യൂഷൻ കസാഡ വന്നു. മേ ബി ഓൾമോന് എന്തിന് അത്രയും നേരം പിച്ച് ചെയ്തിട്ട്, നമ്മുടെ പ്ലേയേഴ്സ് അത്രയും ടയർഡായിട്ട് നിൽക്കുമ്പം എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻസ് 70 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തു നമുക്ക് വേണം ചോദിക്കേണ്ട വരാം ഹാൻസി ഫ്ലിക്കിനോട്. സോ ഇന്നലെ നമ്മുടെ കോച്ച് ഗോട്ട് ഇറ്റ് റോങ്, പ്ലേയേഴ്സ് ഗോട്ട് ഇറ്റ് റോങ്, എവരിബഡി ഗോട്ട് ഇറ്റ് റോങ്. സോ ഹോപ്പ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കും എന്നുള്ള കാര്യം അത്രയും ഇപ്പം പറയാനുള്ളൂ. ലൂയിസ് എൻട്രിക്കെ ആൻഡ് PSG ഡിസേർവ്സ് ടു വിൻ. ന്യൂനോ മെൻഡസ് ബിറ്റ്വീൻ എവരിബഡി വാസ് ഗ്രേറ്റ്. ആൻഡ് എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ ഈ മാച്ചിലോട് വരുമ്പോൾ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.